ഇവിടെ നേരത്തോട്ടുള്ളതാണ്. ഞാൻ എൻ്റെ വീട് ഇവിടെ തന്നെ. എവിടെ തന്നെയാണോ? ചേട്ടൻ എങ്ങനെയാണ് നേരത്തോട്ട് അറിയാം അവരെ? പിന്നെ എങ്ങനെ അതിനെപ്പറ്റി പറയാമോ? അതിനെപ്പോൾ അവരുടെ കാര്യങ്ങളും ഒക്കെ ഒന്ന്. അവർ ഇപ്പോൾ എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇപ്പോൾ ഇവിടെ 2 ഏട്ടനഞ്ചന്മാർ ചെറിയച്ഛനും വലിയച്ഛനും ഉള്ളതാണ്. ഇവിടെയുണ്ടോ ഈ അതിൻ്റെ അപ്പുറത്ത്? അപ്പോൾ അവരുടെ വീട് അവിടെയാണ്. ഇതിലേക്കൂടെ അങ്ങോട്ട് പോകണം. അപ്പോൾ ഇവിടെ ചെറുപ്പത്തിൽ ഇവിടെ അവർ ആദ്യം കല്യാണം കഴിച്ചു കൊടുത്തത് മറ്റേ പാലക്കാട് പെരുമ്പിൻ്റെ അവിടെയായിരുന്നു. അവർ അമ്മയും മക്കളുമായിട്ട് ഇവിടെ വന്നിരുന്നു. ആ 2 കുട്ടികളെ പഠിപ്പിച്ച് മറ്റുള്ള കാര്യങ്ങളൊക്കെ. അപ്പൻ്റെ കൂടെ അല്ലായിരുന്നോ? അപ്പൻ്റെ കൂടെയായിരുന്നു. അതിപ്പോൾ കല്യാണം അപ്പൻ്റെ കൂടെ കുറച്ച് കാലം ഉണ്ടായിരുന്നു. പിന്നെ ഈ കുട്ടി ഗൾഫിലേക്ക് പോകണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എന്തൊക്കെ ആയപ്പോൾ പിന്നെ ഇവിടെ വന്ന് അങ്ങനെ ഒരു കല്യാണം കഴിച്ച് ഇവിടെ തന്നെ ഉണ്ട് ആൾ. എറണാകുളത്താണ് ഇപ്പോൾ അവർ ഇരിക്കുന്നത്. എറണാകുളത്താണ് ഇരിക്കുന്നത്. പിന്നെ ആ കുട്ടിയുടെ ഭർത്താവിൻ്റെ വീട് അപ്പുറത്താണ്. ഏത് നിമിഷപ്രിയയുടെ? അല്ല, മറ്റേ മൂത്ത ചേച്ചികളെ. പിന്നെ ചെറിയ കുട്ടി കല്യാണം കഴിച്ചു കൊടുത്തിരിക്കുന്നത് വന്നിട്ട് നമ്മുടെ ഇവർ ഇരിക്കുന്നതിൻ്റെ അങ്ങപ്പുറത്ത് വലിയ തോട്ടമുണ്ട്. ഈ തോട്ടം വന്നിട്ട് പഴയ മറ്റേ തൊടുപുഴക്കാരാദ്യം എടുത്താണ് ആ സ്ഥലം കൊടുത്താണ്. ഇപ്പോൾ ഗുജറാത്തുകാർക്ക് വിറ്റു ആ സ്ഥലം. അപ്പോൾ തൊടുപുഴക്കാർ ആ സ്ഥലം കൊടുത്തപ്പോൾ കാര്യസ്ഥനായിട്ട് വന്ന കുട്ടിയാണ് ടോമി. ഇവിടെ ഒരു 8-10-12 കൊല്ലം 15 കൊല്ലോളം ഇവിടെ ഉണ്ട്. ഈ കാര്യങ്ങൾ നോക്കി നടന്നു. അപ്പം ഇങ്ങനെ ആ സൗകര്യത്തിൽ ഈ ചേച്ചിയും അതിൽ കാര്യസ്ഥനായി അവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതായിരുന്നു. അമ്മ. പിന്നെ അവർ സ്ഥലം കൊടുത്തപ്പോഴാണ്, സ്ഥലം ഗുജറാത്തുകാർക്ക് മാറ്റി കൊടുത്തപ്പോഴാണ് അവരിനെ മാറ്റിയത്. എന്നിട്ടാണ് പിന്നെ ഈ പ്രേമച്ചേച്ചിയും ഈ കുട്ടി, അതിൻ്റെ മുന്നേ ഈ കുട്ടി വന്നിട്ട് എറണാകുളത്ത് മറ്റേ നേഴ്സിംഗ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതന്നെ സംഭവം. അവൾ കുട്ടീനെ കല്യാണം കഴിച്ച ശേഷം വലിയ കുട്ടീനെ കല്യാണം കഴിച്ച ശേഷം പിന്നെ അവർ ഈ കുട്ടി രണ്ടാമത്തെ കുട്ടീനെ കല്യാണം കഴിച്ചു. അവൾ മറ്റേ ഗൾഫിൽ പോയിട്ട് വന്നു. പിന്നെ അത് 2ാം പ്രാവശ്യം ഇവിടുന്ന് പോയി. അങ്ങനെ കുറച്ച് പോയപ്പോൾ കല്യാണത്തിൻ്റെ കാര്യങ്ങളായി. ടോമിക്ക് കല്യാണം കഴിച്ചു കൊടുത്തിട്ട് പോയിട്ട് വന്നിട്ടാണ് ഒരു കുട്ടിയായി. ഇവിടെ വന്ന ശേഷമാണ് പിന്നെ ഈ സംഭവങ്ങളൊക്കെ ഓരോന്നുണ്ടായത്. ഇത് ഉണ്ടായപ്പോൾ ചേട്ടൻ എന്നാ തോന്നി? ഇങ്ങനൊരു സംഭവത്തെപ്പറ്റി ചിന്തിക്കാൻ പറ്റുമോ? ഇങ്ങനെ ഒരു സംഭവം ചുറ്റിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെ പറയാം? നമുക്കിപ്പോൾ അവളുടെ സാഹചര്യം അനുസരിച്ചിട്ട് എന്തോ സംഭവിച്ചു എന്നുള്ളത് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ മര്യാദയ്ക്ക് ഇപ്പോൾ ആ ഒരു വ്യക്തി ആ കുട്ടീനെ ഇത്രയും ബുദ്ധിമുട്ടി, അവൾക്ക് നല്ല ബുദ്ധിയും ബോധമുള്ള കുട്ടികളായിരിക്കുമല്ലോ. ഇപ്പം നമ്മൾ ഇരിക്കുന്ന സ്ഥലം വേറെ സ്ഥലമാണ്, നമ്മുടെ കേരളമാണ് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ നമുക്കൊരു ധൈര്യം ഉണ്ടാകും. ഇത് എത്രയോ കടലിൽ കടന്ന് പോയ സ്ഥലമല്ലേ. അപ്പോൾ അവളെന്തോ ഒരു അവൾക്ക് വിടാനും വഴിയില്ല, മൂപ്പര് വിടൂല്ല, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു അവൾ എൻ്റെ അടുത്ത് പറഞ്ഞത്. പാസ്പോർട്ട് പിടിച്ചു വെച്ചു, ദിവസം കഞ്ചാവ് അടിക്കുക, മറ്റുള്ളവരുടെ ശല്യം ചെയ്യുക, നിങ്ങളുടെ ചങ്ങാതിമാരിനെ കൂട്ടിയിട്ട് വരിക. അത് പല ബുദ്ധിമുട്ടുകളായിട്ടും കുറേ സഹിച്ചു. പിന്നെ നമുക്ക് ഈ കൊറോണയും മറ്റുള്ളതൊക്കെ ആയപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ആൾ പോകാനും വരാനും ഒരു സാഹചര്യം കമ്മിയായിരുന്നു. പിന്നെ ആ സാഹചര്യത്തിൽ ഇപ്പോൾ മനുഷ്യനല്ലേ, അവൾ ചത്തായാലും കുഴപ്പമില്ല എന്നുള്ളൊരു രീതിയിൽ വേറെന്തെങ്കിലും ചെയ്തതായിരിക്കാം. അവളിപ്പോൾ ഇഞ്ചക്ഷൻ വെച്ചു പറയണു, മറ്റുള്ള രീതി എന്തെങ്കിലുമൊക്കെ ചെയ്തു പറയണു. അപ്പോൾ അത് വനം മയക്കി കിടത്തിയിട്ട് ഇവള് തപ്പിക്കാനുള്ള വഴി ചെയ്തതായിരിക്കും എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഒരു ഉദ്ദേശം കാണുന്നത്. ഇപ്പോൾ അത്രയും ശല്യം ചെയ്യുന്ന ഒരു വ്യക്തി പിന്നെ രാത്രി നമ്മൾ ഒറ്റിച്ച് പോവുക എന്ന് പറഞ്ഞിട്ട് സംഭവിച്ചതായിരിക്കാം. പക്ഷേ അതൊരു അബദ്ധം പറ്റിയെന്നാണ് ഇപ്പോൾ നമുക്ക് നിങ്ങളും ഞാനും ആരും കണ്ടുവരുന്നുമില്ല. ഈ പെൺകുട്ടിയെ സംബന്ധിച്ച് പാവം പെൺകുട്ടിയായിട്ടാണ്. പാവം പെൺകുട്ടിയാണ്, ഒരു ധൈര്യമുള്ള പെൺകുട്ടിയാണ്, തൻ്റെ ഇടമുള്ള കുട്ടിയാണ് ആ കുട്ടി. ധൈര്യം തൻ്റെ ഇടവും എല്ലാം ഉണ്ട്. അവൾക്ക് അതിനുള്ള ഇതൊന്നുമില്ല. പക്ഷേ അവളുടെ ആ ഒരു അബദ്ധം അതങ്ങനെ സംഭവിച്ചു പോയി എന്നല്ലാതെ വേറെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ജീവൻ തിരിച്ചു കിട്ടണമെന്ന് പ്രാർത്ഥിക്കുക അല്ലേ? പിന്നെ അത് അത്ര മാത്രമേ ഉള്ളൂ, വേറൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ നമുക്ക്. പ്രേമചേച്ചിയെ കുറിച്ച് ഓർക്കുമ്പോൾ എന്തോ തോന്നുന്നു? പ്രേമചേച്ചി പറഞ്ഞാൽ നമ്മുടെ ചേച്ചി തന്നെ. ഇപ്പം ഞങ്ങളുടെ പരിസരം നമ്മുടെ ചെറിയച്ഛൻ വലിയച്ഛന്മാരും മക്കളും കുട്ടിയും കുടുംബവും എല്ലാം അറിഞ്ഞു ചേർത്ത് ഇത്രയും ഉണ്ടാകുമ്പോൾ തുടങ്ങി പരിചയപ്പെട്ടുകൊണ്ടിരുന്ന ചേച്ചിമാരി തന്നെയല്ലേ, കുടുംബന്മാരി തന്നെയല്ലേ. അവളവിടെ പോയിട്ട് ഒരു അബദ്ധത്തിൽ മാറ്റി എന്ന് പറയുമ്പോൾ അത് എല്ലാവർക്കും ബുദ്ധിമുട്ട് തന്നെയല്ലേ. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കാൻ ഒരു പിടുത്തമില്ലല്ലോ നമുക്ക്. ഈ ടോമിയെ പിന്നെ കണ്ടിട്ടുണ്ടോ? ടോമി ഇടയിൽ വന്നിട്ടുണ്ടായിരുന്നു, ഒരു മാസത്തിന് മുന്നേ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ആ കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ടോമി എന്ത് പറയുന്നു ഇപ്പം? ടോമി ഇപ്പോൾ പറയുന്നത്, ഞാനിപ്പോൾ അയാളെ നേർക്ക് കണ്ടിട്ടില്ല.
ടോമി പറയണത് അവനും വിശ്വാസമുണ്ട് വിടുന്നു, 100% വിശ്വാസമുണ്ട് എന്നാണ് പറയണം. ആ തീർച്ചയായിട്ടും അതിലിപ്പോൾ എല്ലാ ആൾക്കാരും ഇതിന് വേണ്ടി മുൻകൈ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ തങ്ങളല്ല മിലിങ്ങാന്ന് തങ്ങൾ, പിന്നെ ചാണ്ടിയുമ്മൻ. അതിൻ്റെ മുന്നേ ചാണ്ടിയുമ്മൻ പറയണതിൻ്റെ മുന്നേ യൂസഫ് അലി തങ്ങൾ പറഞ്ഞു. യൂസഫ് അലി തങ്ങൾ പറഞ്ഞത് യഥാർത്ഥ സത്യത്തിലാണ് പറഞ്ഞത്. എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ചാനലുകാരും വ്യക്തികളും ഓരോരോ അഭിപ്രായ വ്യത്യാസങ്ങൾ പറയും. അവർ ഈ കാശിൻ്റെയും മറ്റതിൻ്റെയും മറിച്ചിനുള്ള ഒരു ചെറിയ ഇതും കൂടി ഉണ്ടാകുന്നതാണ് അയാൾ പറഞ്ഞത്. അയാൾ പറഞ്ഞത് യഥാർത്ഥ സത്യമാണ്. നിങ്ങൾ വിചാരിക്കുന്നത് ദൈവത്തിന് പ്രാർത്ഥിക്കുക. യമൻ അങ്ങനെ ഒരു പെണ്ണിനെ കൊല്ലാൻ 100% സാഹചര്യം ഇല്ല. അങ്ങനെ സാഹചര്യം ഉണ്ടെങ്കിൽ, ആ സാഹചര്യം ആണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ അന്നേ കഴിഞ്ഞു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ യൂട്യൂബിൽ നോക്കിയിട്ട് കാര്യങ്ങളൊക്കെ മൂപ്പര് പറഞ്ഞത്. പിന്നെ യൂസഫ് അലി തങ്ങൾ പറഞ്ഞത് മറ്റേ അവിടുത്തെ ഒരു അറബി, അവരാൽ വേണ്ടപ്പെട്ട ഒരാളാണ്. ആ ആളും കൂടി പറഞ്ഞത് ഈ ഇതിൽ സംസാരിക്കണത് മറ്റേ അറബിയിലാണെങ്കിലും അതിന് തർജ്ജമ ചെയ്യാൻ വേറെ ആളുണ്ടായിരുന്നു. അതും കണ്ടു ഞാൻ. അപ്പോൾ അയാൾ പറയണത് പെണ്ണുങ്ങളെ അങ്ങനെ അനുവദിക്കില്ല, എത്രത്തോളം അതിൻ്റെ രീതി എങ്ങനെയാണോ ആ രീതിക്ക് കൊണ്ടുപോകുള്ളൂ എന്നുള്ളതാണ് പറഞ്ഞത്. അത് കേട്ടപ്പോഴാണ് നമുക്കൊരു സമാധാനമായത്. 190% യൂസഫ് അലി തങ്ങൾ പറഞ്ഞപ്പോഴാണ് നമുക്കൊരു സമാധാനമായത്. അതിനുശേഷമാണ് ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ തങ്ങൾ MP അയാളുടെ ഒരു കടന്ന കയറ്റവും മറ്റുള്ളതും മറിച്ചുള്ളതും. അതിൻ്റെ മുന്നല്ലേ മറ്റേ അവരിൻ്റെ ആക്ഷൻ കമ്മിറ്റിക്കാരല്ലേ ഇതിൻ്റെ മുൻകൈ എടുത്തിട്ടും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കണം. ജോസഫ് പേരൊന്നും അറിയില്ല, കാര്യങ്ങളൊക്കെ അങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. വരട്ടെ. അല്ലേ, ചേട്ടന് മക്കളും ഭാര്യയൊക്കെ ഉണ്ടല്ലോ വീട്ടിൽ? ആർക്ക്? ചേട്ടനുണ്ടല്ലോ. എനിക്കുണ്ട് 2. അവരെ ഈ വിഷയം അറിഞ്ഞപ്പോൾ അവർക്ക് മക്കളും കൊച്ചുമക്കളെ പോലെ അല്ലേ കാണുന്നതല്ല? അവരൊക്കെ എന്താ പറയുന്നത്? വീട്ടുകാരൊക്കെ നിങ്ങളുടെ വീട്ടിൽ, നമ്മുടെ വീട്ടിലെ സ്വന്തക്കാരെ വീട്ടുകാരും പറയുന്നത് ആ കുട്ടിക്ക് എന്തൊരു അബദ്ധം പറ്റി ഇങ്ങനെ ഒരു കാര്യം നടത്താൻ, ഇല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ആകാൻ. ഇതിപ്പോൾ ലോകം മൊത്തം അറിഞ്ഞാണല്ലോ. അപ്പം അവളുടെ സാഹചര്യം അനുസരിച്ചിട്ട് അവിടെ എന്താ കഴിഞ്ഞതെന്ന് ഈ പറയുന്ന ആൾക്കാർക്ക് ആർക്കും കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, അറിയൂല. ഇതൊക്കെ ഇങ്ങനെ ഓരോരോ ആൾക്കാർ പറയുമ്പോഴേ അറിയുള്ളൂ. ഞങ്ങൾ ഈ ചെറുപ്പം തുടങ്ങി ആ കുട്ടീനെ കാണാൻ തുടങ്ങിയ ഒരവസ്ഥയിൽ യഥാർത്ഥ സത്യം പറഞ്ഞാൽ അവളുടെ സാഹചര്യം അനുസരിച്ച് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചിട്ടുണ്ടാകാം. അവൾ 100 പ്രാവശ്യം മെനക്കെട്ടിട്ടുണ്ട് ഈ സാധനം കൊടുത്ത് പുറത്ത് ചാടാൻ. അപ്പോഴൊന്നും വിട്ടിട്ടില്ല. തല്ലല്, കുത്തല്, വെട്ടല്, ആന, കുതിര, മിരട്ടൽ, പിന്നെ കഞ്ചാവ് പിടിക്കൽ, ഇതൊക്കെ ഒരുപാട് അനുഭവങ്ങളെ കൂടി കഴിഞ്ഞതാണ്. ആ കഴിയുന്ന ആ സാഹചര്യത്തിലാണ് ഈ കൊറോണ ഒരു മൂവിങ് ആയത്. ആ കൊറോണ ആയ കാരണം കൊണ്ട് പിന്നെ അവിടെ യുദ്ധമൊക്കെ വന്നു പറഞ്ഞു. അതൊക്കെ ആയതുകൊണ്ട് അങ്ങനെ സ്തംഭിച്ച കാരണം കൊണ്ടാണ് അവിടെ അത്രയും ഇതായത്. ഇല്ല പറഞ്ഞാൽ അവനെ അങ്ങനെ കൂട്ടിയിട്ട് വന്നിട്ടുണ്ടാവുക കുട്ടീനെ. ഈ ടോമി അവിടെ ഈ അയാളെ കൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ചേട്ടൻ കണ്ടില്ലേ? മറ്റേ കണ്ടു നാട്ടിൽ വന്നിട്ടില്ല? കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ, ഈ പരിസരത്ത് ഞങ്ങളുടെ വീട്ടിലൊക്കെ വന്നതാണ്. ഇതൊക്കെ ഇതിൽ കൂടിയൊക്കെ വന്നതാണ്. ഈ കൊല ചെയ്യപ്പെട്ട ആള് ആണല്ലേ? ആൾ വളരെ ഡീസൻറ്റ്, കൂളായിട്ടുള്ള ആള്. മറ്റുള്ള രീതിയൊന്നുമില്ല. കറക്റ്റായിട്ട് നല്ല സൗകര്യം. ഇതിപ്പോൾ അതന്നെ ഞാൻ പറയണത്. ഇതിനിപ്പോൾ ഒരു അയാളെ കണ്ടാൽ തോന്നുന്നു അയാൾ ക്രൂരനാണെന്ന് തോന്നുമായിരുന്നു? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഒരു സൗമ്യമായിട്ടുള്ള ഒരാൾ. എന്നാൽ അറബികളെ പോലെ 10 അടി ഉയരും, 8 അടി വീതിയും കാര്യവും കണക്കും അതൊന്നുമില്ല. സംഭവം ഒരു സൗമ്യമായിട്ടുള്ള ഒരാൾ. അത് മാത്രമേ നമുക്കറിയുള്ളൂ. പിന്നെ അയാളുടെ ഉള്ളിലിരിപ്പ് നല്ല കാര്യം കെട്ട കാര്യം നമുക്കറിയില്ല. പിന്നെ ഇവിടെ നമ്മുടെയൊക്കെ വീട്ടിലൊക്കെ വന്നു. ഫോട്ടോ ഇരിപ്പുണ്ടോ അതിൻ്റെ? ഇല്ല, ഞങ്ങൾ ഫോട്ടോ ഒന്നും എടുത്തില്ല. ചേട്ടന് ഇവരുടെ ബന്ധുക്കാരാണോ? ബന്ധുക്കാരല്ല, ഞങ്ങൾ ബന്ധുക്കാരന്നെ. വലിയച്ഛൻ ചെറിയച്ഛന്മാരുടെ മക്കൾ തന്നെ, അച്ഛനമ്മമാരുടെ ഒക്കെ കുടുംബക്കാരും കുട്ടികളൊക്കെ തന്നെ ഞങ്ങൾ. അല്ല, ഞാൻ ചോദിക്കട്ടെ, എല്ലായിടത്തും ഇപ്പോൾ ഞങ്ങളൊക്കെ വന്ന വഴിക്കൊക്കെ ഒരുപാട് ആക്ഷൻ കോൺസിൻ്റെ പ്രതിഷേധ സമരങ്ങളൊക്കെ കാണുന്നുണ്ട്. പക്ഷേ ഈ നിമിഷപ്രിയയുടെ സ്വന്തം നാട്ടിൽ വന്നപ്പം വലിയൊരു സമര പരിപാടികളോ അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും കാണുന്നില്ല. അതെന്താണെന്ന് ചോദിക്കുന്നത്? കാരണം ഇങ്ങനെ ഒരു പ്രതിഷേധങ്ങളോ ഒന്നും കാണുന്നില്ല. ഇവിടെയുള്ള ആൾക്കാർ മൊത്തം ഗ്രാമമല്ലേ സാറേ, മൊത്തം ഗ്രാമം. അവിടെ ഓരോ ബന്ധുക്കാരും കുട്ടികളും ഉള്ളൂ. ഇതിന് എടുത്ത് നടത്താൻ. ഇതിപ്പോൾ പാലക്കാടോ നമ്മുടെ കേരളത്തോ ഇന്ത്യയിലോ ആണ് പറഞ്ഞാൽ നമുക്ക് ഇതിപ്പോൾ MLA MP മറ്റുള്ളവരെയൊക്കെ വിളിച്ച് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കാം. ഇതിപ്പോൾ ആ ഭാഗത്തല്ല. പിന്നെ ആദ്യം തന്നെ തുടങ്ങിയത് അവർ ആക്ഷൻ കമ്മിറ്റി. പ്രേമചേച്ചി വന്നിട്ട് ഇപ്പോൾ എറണാകുളത്ത് ഒരു നല്ലൊരു ഉദ്യോഗസ്ഥൻ്റെ വീട്ടിലോ കാര്യങ്ങൾ അത് ഉപജീവനം കഴിയാൻ വേണ്ടി അവിടെ പരിപാടി എന്തൊക്കെയൊക്കെയോ നടന്നുകൊണ്ടിരിക്കുകയാണ്. വീട് ജോലിയും മറ്റുള്ളതൊക്കെ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരിൻ്റെ മുഖേനയാണ് ഈ കാര്യങ്ങൾ കംപ്ലീറ്റും ആക്ഷൻ കമ്മിറ്റിക്ക് കൊടുക്കാനും പിടിക്കാനും മറ്റുള്ള രീതിയൊക്കെ ചെയ്തത് ആ വഴിക്കാണ്.
ഇവര് ഇപ്പൊ ഈ അയാൾ നാട്ടിൽ വന്നെന്ന് പറഞ്ഞു, ഈ കൊല്ലപ്പെട്ടയാൾ, അയാളും ഈ നിമിഷപ്രിയം തരും മോശമായ ഒരു ബന്ധം ഉള്ളതായിട്ട് ഈ പെരുമാറ്റത്തിൽ തോന്നിയിട്ടുണ്ടോ ഈ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന്? ഞാനിപ്പോൾ അറിയാലോ, ഇപ്പൊ ഒന്നിച്ച് നടക്കുകയും ഒക്കെ പോകുന്നില്ല. ഇപ്പൊ അതിലിപ്പോ ഞാനൊരു കാര്യം പറയട്ടെ, ഒരു ആണും ഒരു പെണ്ണും ആണും പെണ്ണും അങ്ങനെ ഒരു പഴയ കാരണന്മാർ പറയണ പോലെ എത്രയോ സെക്കൻഡുകൾ മതി അതിന്, നല്ലതിനും കെട്ടതിനും. അത് നമുക്ക് താരതമ്യപ്പെടുത്താൻ പറ്റില്ല. അതേപോലെ നല്ല ആൾക്കാരും ഉണ്ട്, കെട്ട ആൾക്കാരും ഉണ്ട്. അതിന് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. അത് നമ്മുടെ ഒരു പെങ്ങളായിട്ട് ഇതാണ്. അപ്പോൾ അത് സംഭവിച്ചു കൂടാന്നുമില്ല, സംഭവിക്കാന്നുമില്ല. സംഭവിക്കാതിരിക്കാനും വഴിയുണ്ട്, ഇല്ലാതിരിക്കാനും വഴിയുണ്ട്. നമുക്കത് രണ്ടും കൽപ്പിക്കാൻ പറ്റില്ല. സംഭവം ആ രീതിക്കാണ് അവർ വന്നത്. അപ്പോൾ ഈ ചങ്ങാതി വരുന്ന സമയത്ത് അത്രയും സ്നേഹമായിട്ടും കാര്യങ്ങളായിട്ട് ഇപ്പോൾ പറയുന്നു, അവിടെ ഒരു ലൈസൻസ് കിട്ടാൻ വേണ്ടിയിട്ട് അവൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ കല്യാണം കഴിച്ചതാണ്, ഞാൻ എൻ്റെ ഭാര്യയാണ് എന്നുള്ളതൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഇവൻ അവിടെ നിന്ന് വീട്ടിലേക്ക് വരുമ്പോൾ ഇവിടെ ഭാര്യയും ഭർത്താവും കുട്ടിയുള്ളത് ഈ വ്യക്തിക്ക് അറിയില്ലേ? ആർക്കറിയില്ലേ? ഈ കൊല്ലപ്പെട്ട ഒരാൾക്കറിയില്ലേ? അപ്പോൾ അതിന് ഒരു അങ്ങനെ ഒരു നിഗമനം നോക്കി കഴിഞ്ഞാൽ അതൊരു സൂക്ഷ്മമായിട്ടാണ് നമുക്ക് കണക്കാക്കാൻ ഉള്ളത്. ഇത് ഹോസ്പിറ്റലിൽ തുടങ്ങുമ്പോൾ ബോബി അവിടെ ഉണ്ടായിരുന്നല്ലോ. ടോമി ഉണ്ടായിരുന്നു. അത് കുറച്ചു കാലം അവനും അറിയാം. അവൻ്റെ പ്രവൃത്തിയും അവൻ്റെ രീതിയും അങ്ങനെയുള്ള ഒരാളല്ല എന്ന് അവൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതുമാണ്. ഈ ചാനലുകളിലൊക്കെ വന്ന് പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അത് എന്താ സംഭവിച്ചെന്ന് അവനും പിടുത്തമില്ലല്ലോ. പിന്നെ അവളിന് ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് ഈ ചങ്ങാതി പറഞ്ഞു കഴിഞ്ഞാൽ ഫോൺ ചെയ്യാൻ അയക്കില്ല, വെളിയിൽ ഇറങ്ങാൻ അയക്കില്ല, മറ്റുള്ള രീതിയൊന്നും അയക്കില്ല, ഏതിനും അയക്കില്ല. അത് രാത്രിയൊക്കെ അവൻ്റെ വീട്ടിൽ പോയി ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി എന്നൊക്കെ ടോമി ഒന്ന് പറയാറുണ്ട്. അത് പിന്നെ ഫോൺ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ വന്നപ്പോഴാണ് അവൾ ഒരുപാട് ബുദ്ധിമുട്ടിയത്. യഥാർത്ഥത്തിൽ ഒരാളില്ലാണെങ്കിൽ അയാളെ കൊല്ലണം പറഞ്ഞ് കൊന്നതല്ല. അവൻ മദ്യം കഴിക്കുന്നതിൻ്റെ കൂടെ ഈ ഇഞ്ചക്ഷൻ എന്തെങ്കിലും കൊടുത്ത് മയക്കി കിടത്തിയിട്ട് ഇവള് തപ്പിച്ചിട്ട് പോകാമെന്നുള്ളൊരു ഉന്നം നോക്കിയതായിരിക്കും എന്നാണ് ഞങ്ങളുടെയൊക്കെ നിഗമനം. അല്ലാണ്ട് ഇപ്പോൾ അയാളെ കൊല്ലാനോ പിടിക്കാനോ മറ്റുള്ളതൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. ദൈവാനുഗ്രഹം കൊണ്ട് അവൾ തപ്പിക്കാനുള്ള വഴി നോക്കിയതാണ്. അതെന്തോ ഒരു അബദ്ധത്തിൽ മാറ്റി, അത്രമാത്രമേ ഉള്ളൂ. വേറെ ഒരു ഇതും കാണാനില്ല. ഇനിയിപ്പോൾ നിങ്ങൾ പല ആൾക്കാരെ കൊണ്ട് ചോദിക്കുക, മറ്റുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞാൽ അറിയാനായി. അത്രയേ. ടോമി ഇപ്പോൾ തൊടുപുഴ അവർ പോയിട്ട് കുറേയായി. അത് പറഞ്ഞാൽ ഈ കുട്ടി ഈ കേസിൽ സംഭവിച്ച ശേഷം ഇവിടെ ഒരു 4-5 ഏക്കർ സ്ഥലങ്ങളുണ്ടായിരുന്നു അവർക്ക് വീടും സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. മൊത്തം വിറ്റിട്ട് ഈ കേസ് നടക്കാനും പോകാനും വരാനും അങ്ങനെ ആണ് തോന്നുന്നു അതൊക്കെ വിറ്റത്. 4 ഏക്കർ സ്ഥലം വിറ്റിട്ട് പോയതാണ്, നിസാര കാശിന് വിറ്റതാണ്. അന്നേക്ക് ആ വഴിയില്ലാത്ത കാരണം കൊണ്ടാണ്, അത്രയും ബുദ്ധിമുട്ടിയിട്ടാണ്. പിന്നെ ഓരോ കാര്യങ്ങൾ അവിടെ പോകാനും വരാനും മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാനൊക്കെ പൈസയും കാര്യങ്ങളും വേണ്ട. അത് കാരണം കൊണ്ട് ആ ചേച്ചിക്കാണെങ്കിൽ അപ്പോൾ അതന്നെ ഞാൻ പറഞ്ഞില്ല, ആദ്യം പറഞ്ഞ പോലെ ആ ചേച്ചി വേറൊരു വീട്ടിൽ പോയിട്ട് ഉപജീവനം കഴിയാൻ വേണ്ടിയിട്ട് അവിടെ വീട്ടിൽ ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു ചേച്ചിയാണ്. അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിക്കുന്ന ഒരുപാട് ബുദ്ധിമുട്ടായി. ഇപ്പോൾ ആകെ രൂപക്കെട്ടിൽ കിടക്കണല്ലേ. ഈ നിമിഷപ്രിയ ചേട്ടനോട് എന്തൊക്കെയാണ് പറയുന്നത്? അവിടെ പോയി കഴിഞ്ഞിട്ട് നാട്ടിൽ വന്നു കഴിയുമ്പോഴൊക്കെ എന്തെങ്കിലും വിഷമങ്ങളൊക്കെ എപ്പോഴേലൊക്കെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഒന്നും അങ്ങനെയുള്ള വിഷമങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെന്താ പറയുന്നത് കാണുമ്പോഴൊക്കെ? അങ്ങനെ ഞങ്ങൾ കാണാറില്ല, കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത് വരെ. ആ കല്യാണം കഴിയുന്നതിന് മുന്നേ ഞങ്ങളെ കല്യാണത്തിനൊക്കെ വന്ന് വിളിക്കാനും പറയാനും കേൾക്കാനും മറ്റുള്ള കാര്യത്തിന് വന്നതല്ലാതെ പിന്നെ കല്യാണം കഴിഞ്ഞ ശേഷം ഇങ്ങോട്ട് എത്തിയിട്ടില്ല ആള്. ശരിക്കും ബന്ധു കൊച്ചച്ഛനാ അല്ലേ? ചെറിയ നമ്മുടെ ബന്ധം തന്നെ ആണല്ലേ? എന്താണ് താടിപ്പഴിഞ്ഞ മകളില്ലേ, ദുബായി പോയില്ലേ, തൂക്കം വീതിയായി എന്നൊക്കെ പറഞ്ഞിട്ട് അവളുടെ കാര്യമാണ് കേൾക്കണ. അടുത്തുള്ളതാണോ? അവളിനെ അറിയോ? അല്ല, പ്രേമന്റെ മകളില്ലേ ചെറിയ ഒരു പേരെ കണ്ടുകൊണ്ട് വെള്ളത്തിൽ ഇന്നലെ വെള്ളമില്ല, ഇന്ന് ആൾക്കാർ ഒന്നായിട്ട് അടമാറിക്കോടും വെള്ളത്തിനൊക്കെ തള്ളിയിട്ട് അതിനെന്തോ ഇവിടെ അടുത്ത് തന്നെയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.